യേശുവിൽ സഹോദരങ്ങളെ, ഇന്നത്തെ ഉപാസനയിൽ ദൈവത്തിൻ്റെ നാവാകാൻ നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം ഇങ്ങനെ വചനം പറയും: വിലകെട്ട വാക്കുകൾ പറയാതെ നിങ്ങൾ സദ്വചനങ്ങൾ പാലിച്ചാൽ എൻ്റെ നാവ് പോലേതാകും നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവ്. അപ്പോൾ ദൈവത്തിൻ്റെ അധരമാകാൻ നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട നിലപാടിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത്. പരമ്പരാഗതമായി 3 കാര്യങ്ങളാണ് കൈവിട്ടു പോയാൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഒന്നാമതായി എയ്തുവിട്ട അസ്ത്രം, രണ്ടാമതായി നഷ്ടമാക്കിയ അവസരം, 3 പറഞ്ഞുപോയ വാക്ക്. ഈ 3 കാര്യങ്ങളിൽ പറഞ്ഞുപോയ വാക്കിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, സൃഷ്ടി നടത്തുന്നതെല്ലാം വാക്കുകൊണ്ടാണ്, വചനം കൊണ്ടാണ് സകലതും സംഭവിക്കുന്നത്. വചനം കൊണ്ടാണ് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്, വചനം കൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ബൈബിൾ പറയും, ജീവിപ്പിക്കാനും നശിപ്പിക്കാനും ഒരു വാക്കിന് കഴിയും. നമ്മുടെ വാക്കുകൾ നമ്മുടെ തന്നെ എക്സ്റ്റൻഷനാണ് എന്ന് പറയാറുണ്ട്. യുവർ വേർഡ് ഈസ് യുവർ ഓൺ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ, ഒരാളുടെ വാക്ക് കേട്ടാൽ അയാൾ എവിടെ ഉള്ള വ്യക്തിയാണെന്നറിയാം, അയാളുടെ ജീവിതശൈലി എന്താണെന്നറിയാം, അയാളുടെ ഹൃദയത്തിലെന്താണെന്നറിയാം, അയാളുടെ വിദ്യാഭ്യാസം ഒരു പരിധിവരെ നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരാളുടെ സംസാര രീതി കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് പത്രോസ് അപ്പസ്തോലനെ കണ്ടപ്പോൾ യേശു അങ്ങ് കാൽവരിയിലേക്ക് പോകുന്നു കുരിശുമായി. ഈ സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു, ഇതാ നീ ആ ഗലീലക്കാരൻ്റെ സുഹൃത്തല്ലേ, കൂട്ടത്തിലുള്ള ആളല്ലേ. ഇത് പറയാൻ കാരണം ഇതാണ്, അവൻ്റെ സംസാര രീതി തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നുവെന്ന് ബൈബിൾ പറയും. യുവർ വേർഡ് ഈസ് യുവർ ഓൺ എക്സ്റ്റൻഷൻ. നമുക്കത് മറച്ചു പിടിക്കുക സാധ്യമല്ല. ഇതുപോലെ തന്നെ യുവർ വേർഡ് ഈസ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. നമ്മുടെ വാക്ക് സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, വളർത്തുന്നു, നശിപ്പിക്കുന്നു, ഒപ്പം സംസാരിക്കുന്നു. നമുക്ക് നമ്മുടെ വാക്ക് എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിക്കാൻ ഈ സമയം വിനിയോഗിക്കാം. ഒരു മനുഷ്യൻ ശരാശരി 25,000-നും 35,000-നും ഇടയിൽ വാക്കുകൾ ഒരു ദിവസം സംസാരിക്കുന്നു എന്നാണ് കണക്ക്. അതൊരു പുരുഷനാണെങ്കിൽ 25,000-നും 30,000-നും ഇടയ്ക്ക് വാക്കുകൾ സംസാരിക്കും. ഒരു സ്ത്രീയാണെങ്കിൽ 30,000-നും 35,000-നും ഇടയ്ക്ക് വാക്കുകൾ സംസാരിക്കാം. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യക്തി ഒരു ദിവസം സംസാരിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 60-65 പേജിൻ്റെ ഒരു പുസ്തകം ഉണ്ടാക്കാം. അപ്പോൾ ഒരാഴ്ച സംസാരിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ 1,500 പേജിൻ്റെ പുസ്തകമുണ്ടാക്കാം. അത്രയധികം വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്, ആവശ്യത്തിനും അനാവശ്യത്തിനും. ഒരു പാവപ്പെട്ട സ്ത്രീ, അവർക്കൊരു രോഗം വന്ന് കിടപ്പിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, മക്കളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടേ. അപ്പോൾ അവർ ചെയ്തതാണ്, എല്ലാം എഴുതി മക്കളെ കാണിക്കും. എഴുതി മക്കളെ ഓരോന്ന് കാണിച്ച് കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കട്ടിലിൻ്റെ അടിയിൽ വന്ന് അവിടെയുള്ള കുഞ്ഞു മകളെ നോക്കിയപ്പോൾ വലിയൊരു കെട്ട് പേപ്പർ കിടക്കുന്നു. കാര്യം എന്താണ്? കാര്യം മറ്റൊന്നുമല്ല, എഴുതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എഴുതി മക്കളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ വിലകെട്ട വാക്കുകൾ ഉപേക്ഷിച്ച് സദ്വചനങ്ങൾ പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാവ് പോലെയാകും നിങ്ങളുടെ ഓരോരുത്തരുടേതും എന്ന്. സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹയാണ് നാവിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് വളരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത്. 3-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിലാണ് നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെ നേരിട്ട് ബൈബിൾ സംസാരിക്കുന്നത്. ഒന്നാമതായി നാവിനെക്കുറിച്ച് പറയുന്നത്, നാവിന് നിങ്ങൾ കടിഞ്ഞാണിടണം എന്നുള്ളൊരു പ്രതീകമാണ്. കടിഞ്ഞാൺ അത് ഒരു മെറ്റലിൻ്റെ ഒരു വള്ളിയാണ്, ഒരു ഉപകരണമാണ്. ഇത് സത്യത്തിൽ കുതിരയുടെ നാവിൻ്റെ അടിയിലിടുന്ന ഒരു കുളത്ത് പോലുള്ള ഒരു മെറ്റലാണ്. ഈ മെറ്റൽ വലിക്കുകയും
അതിനെ മുറുകെ പിടിക്കുകയും ചെയ്തതിനെ ആശ്രയിച്ചാണ് കുതിര അതിൻ്റെ ഓട്ടം കൂട്ടുന്നതും ഓട്ടം കുറയ്ക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും അതിനെ ഓടിക്കുന്നതുമല്ല. ഇതുപോലെ തന്നെ നമ്മെ നിയന്ത്രിക്കാൻ, മനുഷ്യനെ നിയന്ത്രിക്കാൻ അവൻ ഈ ഒരു മെറ്റലിടേണ്ട സ്ഥലമാണ് സത്യത്തിൽ അവൻ്റെ നാവ്. അതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങളുടെ നാവിന് കടിഞ്ഞാണിടണം. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ നാവ് ഏറെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ നാവിനെ നമുക്ക് ഒരു വിധത്തിലും നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയില്ല. ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് 4 സന്യാസികൾ അവർ ധ്യാനിക്കണമെന്ന് പറഞ്ഞ് പോയി. അവർ മൗനവ്രതം കാക്കാനാണ് ആഗ്രഹിച്ചത്. 4 പേർക്ക് മൗനവ്രതം കാക്കണം. ഏതാണ്ട് ഒരു 3 മാസം അങ്ങനെ കാക്കാൻ കരുതിയാണ് അവർ യാത്രയാകുന്നത്. അവർ യാത്രയായി ദേവാലയത്തിൽ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഒരു സന്യാസി ഓർത്തത്, അയ്യോ വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയില്ലല്ലോ. പെട്ടെന്ന് അയാൾ പറഞ്ഞ്, അയ്യോ ദൈവമേ എൻ്റെ വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയില്ലല്ലോ. അപ്പോൾ കൂട്ടത്തിലുള്ള സന്യാസി പറഞ്ഞു, എടാ പഹയ, വീട്ടിലെ ലൈറ്റ് ഓഫാക്കിയില്ലെങ്കിൽ നിൻ്റെ മനസ്സിലല്ലേ അത് വിചാരിക്കാവൂ, നീ അത് പുറത്ത് പറയാവോ? നിൻ്റെ മൗനവ്രതം നീ തെറ്റിച്ചില്ലേ? അപ്പോൾ ഇത് കേട്ട 3-ാമത്തെ ആൾ പറഞ്ഞു, എൻ്റെ പൊന്നു മഠയാ, നീ അത് കേട്ടിട്ട് നീ അതെന്താ പറഞ്ഞത്? നീ അത് പറഞ്ഞപ്പോൾ നിൻ്റെ മൗനം പോയില്ലേ? 4-ാമത്തവൻ പറഞ്ഞ്, നിങ്ങൾ 3 പേര് വിഡ്ഢികളാണ്. ഇതെങ്ങനെ നിങ്ങളിത് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൗനവ്രതം പാടിയില്ലേ? ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ മൗനവും പോയി. സഹോദരങ്ങളെ ഓർക്കുക, സത്യത്തിൽ നമുക്കാർക്കും അത്ര കണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നല്ല നാവ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ നാവിന് കടിഞ്ഞാണിടണം. ഞാൻ ഓർക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പത്രോസിൻ്റെ സ്ഥാനത്ത് അലങ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം വത്തിക്കാനിൽ കൊടുത്ത ഉപദേശം ഇതാണ്, നമ്മുടെ ഇടയിൽ പരദൂഷണം പാടില്ല. പെട്ടെന്ന് മാധ്യമങ്ങളെല്ലാം വിചാരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ കയറിയിരുന്നിട്ട് ഫസ്റ്റ് ടോക്ക് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ എന്ന് ലോകം പറയുന്ന കാര്യങ്ങളായിരിക്കുമെന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായ കാര്യമാണ്, വളരെ ഡയറക്റ്റായിട്ടുള്ള കാര്യമാണ്. വത്തിക്കാനിൽ സമാധാനം വേണമെന്നുണ്ടോ, നമ്മൾ ആരും പരദൂഷണം പറയരുത്. കാരണം അറിയാം, ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചാലും ദേവാലയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചാലും സത്യത്തിൽ എനിക്കും നിങ്ങൾക്കും നിയന്ത്രിക്കാൻ അത്ര കണ്ട് എളുപ്പമുള്ള ഒന്നല്ല നാവിൻ്റെ ഉപയോഗം. അതുകൊണ്ട് ആദിമ സഭയെ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ ആധുനിക സഭയെയും ശ്ലീഹന്മാരുടെ പാരമ്പര്യത്തിൽ പഠിപ്പിക്കുകയാണ് നാവിന് കടിഞ്ഞാൺ ഇടണം എന്ന്. 2-ാമത്തെ പ്രയോഗം നാവിന് ചുക്കാൻ പിടിക്കുക. കപ്പലിനെ നിയന്ത്രിക്കുന്നതാണ് കപ്പലിന് ചുക്കാൻ പിടിക്കുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദിശ നിയന്ത്രിക്കാൻ, അത് ഏത് ഡിറക്ഷനിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ, തുറമുഖത്തേക്ക് എപ്പോൾ അടുപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ, ഇതെല്ലാം തീരുമാനിക്കുന്നത് കപ്പിത്താൻ ചെയ്യുന്ന ചുക്കാൻ പിടിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ എളിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വഞ്ചി തുഴയുന്ന സമയത്ത് ആ തുഴയുന്ന ഉപകരണം വെച്ചുകൊണ്ടാണ് അവർ വഞ്ചിയുടെ ഡിറക്ഷൻസ് തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ ഒഴുക്കിന് എതിരെ പോകണമോ ആ വിധത്തിൽ ശക്തിയിൽ അവർ തുഴഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് സത്യത്തിൽ നാവിൻ്റെ പ്രയോഗവും നടത്തേണ്ടത്. ഭീമാകാരമായ ആയിരങ്ങളെ കൊണ്ടുപോകുന്ന കപ്പലിനെ പോലും നിയന്ത്രിക്കാൻ എളിയ ഉപകരണങ്ങൾ കപ്പിത്താൻ ഉപയോഗിക്കുന്നു. നമ്മുടെ വലിയ ബോഡിയെ, നമ്മുടെ വലിയ ശരീരത്തെ, നമ്മുടെ സമൂഹങ്ങളെ ഒക്കെ നിയന്ത്രിക്കാൻ സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ നാവിൻ്റെ ഉപയോഗമാണ്. 3-ാമതായി നാവ് തീപ്പൊരിയാണെന്ന് പറയും. നാവ് തീപ്പൊരിയാണ് യാക്കോബ് ശ്ലീഹ പറയും. സത്യത്തിൽ ഇത് സത്യമല്ലേ? ഇത് ശരിയല്ലേ? നമ്മുടെ നാവ് എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളെയാണ് കത്തിച്ച് ചാമ്പലാക്കുന്നത്. ചിലപ്പോഴെങ്കിലും കുറേയെങ്കിലും നിയന്ത്രിച്ചിരുന്നെങ്കിൽ പലരുടെയും ജീവിതം മനോഹരമായിട്ട് പോകാമായിരുന്നില്ലേ? സഹോദരങ്ങളെ ഓർക്കണം, ഏറ്റവും പച്ച പിടിച്ച സ്ഥലങ്ങളെപ്പോലും നശിപ്പിക്കാൻ തീപ്പൊരിക്ക് കഴിയും. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കാനഡയിലുള്ള നോർത്തേൺ പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായത്. അഗ്നിശമനക്കാർ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ അവിടെ വന്നു ചേർന്ന്, പക്ഷേ അവരെല്ലാവരും ശ്രമിച്ചിട്ടും അഗ്നി കെടുത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാവോ, ആ ദേശത്തെ തണുപ്പ് എന്ന് പറയുന്നത് അത്രയും കഠിനമായ തണുപ്പുള്ള സ്ഥലമാണ്. 50 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയ്ക്കൊക്കെയാണ് പലപ്പോഴും മൈനസ് ക്ലൈമറ്റായി അവിടെ വരുന്നത്. അത്രയും ഫ്രോസൺ ക്ലൈമറ്റായിട്ട് വരുന്ന സ്ഥലമാണ്.
വിൻ്റർ സീസണിൽ ഒരുപാട് പുഴകൾ ഐസ് കൊണ്ട് മൂടിയിട്ട് ഐസിൻ്റെ മുകളിലൂടെയാണ് വാഹനം ഓടിച്ച് ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇത്രമാത്രം തണുപ്പുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഈ തീ പിടിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, എത്രമാത്രം പച്ചപ്പുള്ള ദേശത്തെയും വലിയ തീയാക്കി കളയാൻ സത്യത്തിൽ ഒരു ചെറിയ തീപ്പൊരിക്ക് കഴിയും. നമ്മൾ ഓർക്കണം, ഇതുപോലെ തന്നെയാണ് വ്യക്തികളുടെ ജീവിതങ്ങൾ, സമൂഹങ്ങളുടെ കൂട്ടായ്മകൾ. നമ്മുടെ സമൂഹങ്ങളെ നശിപ്പിക്കാൻ, വ്യക്തിജീവിതങ്ങളെ നശിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു പരത്തുന്ന ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ കൊണ്ട് ചില പച്ചപിടിച്ച ജീവിതങ്ങൾ ഉണങ്ങി മരവിച്ചു പോകും. അതുകൊണ്ട് നാവിൻ്റെ പ്രയോഗത്തെ ഏറ്റവും മനോഹരമായി നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മൾ തീർച്ചയായും ദൈവത്തിൻ്റെ അധരം പോലെ ആകുമെന്നുള്ള ജെറമിയ പ്രവാചകൻ്റെ വാക്കുകൾ എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ പഠിക്കാൻ പോയ ഒരു അച്ഛൻ, അദ്ദേഹം തന്നെ പങ്കുവച്ച കാര്യമാണ്. അദ്ദേഹം 4 വർഷത്തെ പഠനമാണ് നടത്താനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലത്തെ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാദർ എന്തോ അസുഖം വന്നു, സീരിയസായി. തൻ്റെ മകന് അവിടെ നിന്ന് വരാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹം വരാൻ പറ്റാതെ അദ്ദേഹം വേവലാതി പൂളാനായിട്ട് തുടങ്ങി. ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എക്സാം വരുന്നത്. പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തു. അദ്ദേഹം ഒരു വിഷയത്തിൽ തോറ്റുപോയി. പക്ഷേ 4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പഠനം കഴിഞ്ഞ് വളരെ ഉയർന്ന മാർക്കോട് കൂടിയിട്ടാണ് അദ്ദേഹം സ്വന്തം രൂപതയിലേക്ക് മടങ്ങിച്ചെല്ലുന്നത്. സഹോദരങ്ങൾ, മടങ്ങിച്ചെന്ന് വളരെ കാര്യമായി പിതാവിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, എനിക്ക് റോമിലെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ റാങ്കാണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നേരത്ത് പിതാവ് അതിങ്ങനെ അങ്ങോട്ട് ഓടിച്ച് വായിക്കുന്നതിൻ്റെ ഇടയിൽ പിതാവ് പറഞ്ഞു, എന്തായിരുന്നാലും ആ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു വർഷം ആ ഒരു വിഷയത്തിന് തോറ്റുപോയത് അത്ര ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞ്. സഹോദരങ്ങളെ, ഈ അച്ഛൻ പിന്നീട് പറയുന്നത് എങ്ങനെയാണ്, അവിടെ 2 മാസം ഞാൻ പനി പിടിച്ച് കിടന്ന്, അത് ഈ പിതാവ് അറിഞ്ഞില്ല. വളരെ എളുപ്പത്തിൽ ഈ ന്യൂസ് പിതാവിൻ്റെ അടുത്തേക്ക് ആര് കൊണ്ടുവന്ന് എത്തിച്ച്, റോമിൽ നിന്ന് ഈ കേരളത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ ന്യൂസ് എത്തി? കാര്യം വളരെ സിമ്പിളാണ്. നാവ് തീപ്പൊരി ആയതുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ, പച്ചപിടിച്ച ജീവിതങ്ങളെപ്പോലും ഉണക്കിക്കളയാൻ തക്ക വിധത്തിൽ വളരെ പെട്ടെന്ന് ഉപയോഗിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ നാവിൻ്റെ പ്രയോഗം എങ്ങനെയാണ്? യാക്കോബ് ശ്ലീഹ ഉപയോഗിക്കുന്ന 4ാമത്തെ പ്രതീകമാണ് നാവ് മെരുക്കാനാവാത്ത ഒരു മൃഗമാണ് എന്നുള്ളത്. ഡയനോസർ പോലുള്ള വലിയ മൃഗങ്ങളെ മനുഷ്യർ ഒരുക്കിയിട്ടുണ്ട്, മെരുക്കിയെടുത്തിട്ടുണ്ട്. അവയൊക്കെയും മനുഷ്യൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളെയാണ് ഇന്ന് മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. പക്ഷേ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്ന് സത്യത്തിൽ അവൻ്റെ കൂട്ടിൽ അവൻ അടച്ചിടേണ്ട നാവാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ നാവിന് പൂട്ട് ഏർപ്പെടുത്തണം. വീടല്ല പൂട്ടിയിടേണ്ടത്, സത്യത്തിൽ നാവാണ്, വായയാണ് പൂട്ടിയിടേണ്ടതെന്ന്. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രക്രിയ തന്നെ, ബോഡിയുടെ നേച്ചർ തന്നെ നോക്കുക. സത്യത്തിൽ പല കാര്യങ്ങളെ മറികടന്നെങ്കിലേ നാവ് പുറത്തു വരികയുള്ളൂ. സത്യത്തിൽ അതിന് നാവിൻ്റെ അപ്പുറത്ത് പല്ലുകൾ വെച്ചിട്ടുണ്ട്, പല്ലുകളോട് ചേർന്ന് ചുണ്ട് വെച്ചിട്ടുണ്ട്. ഇനി വലിയ താടിയാണ് ഉള്ളതെങ്കിൽ താടിയുടെ രൂപകൂപങ്ങളുമുണ്ട്. ഇതെല്ലാം മറികടന്നിട്ട് വേണം നാവിന് വരാൻ. സത്യത്തിൽ അടച്ചിട്ടൊരു മൃഗമാണത്. പക്ഷേ ഇതാണ് വന്ന് എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ചും ചെറുകിട ജീവികളെയൊക്കെ കൊന്ന് നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യുന്നത്. നാവ് അടച്ചിടേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആവശ്യ നേരത്ത് മാത്രം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ നാവിന് മനുഷ്യരെ വളർത്തുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒന്നാക്കി മാറ്റാൻ കഴിയില്ല എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത്. 5ാമതായി യാക്കോബ് ശ്ലീഹ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രതീകമാണ്, നാവെന്ന് പറയുന്നത് ഒരു നല്ല ഫലം പുറപ്പെടുവിക്കേണ്ട ഒന്നാണ്, നല്ല ഫലം നൽകേണ്ട ഒന്നാണ്. സത്യത്തിൽ ഉറവ നന്നാവുകയും ഫലം നന്നാവുകയും ചെയ്തെങ്കിലേ നാവിനെ മനോഹരമായി ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ എന്നുകൂടി യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ചിലർ പറയും, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് പറയും. എൻ്റെ മൂക്കത്താണ് ദേഷ്യം, അതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പറയും. ചിലർ പറയും, അവൻ ആ വിഷമതകളും ആ പ്രശ്നമൊക്കെ പറഞ്ഞത് അവൻ കുടിച്ചു പോയതുകൊണ്ടാണെന്ന്. സഹോദരങ്ങളെ ഓർക്കുക, ഒരാൾ കുടിച്ചതുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറയണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരാൾ ദേഷ്യം വന്നതുകൊണ്ട് ഒരുപാട് അനാവശ്യം പറയണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒരിക്കലും ഇതാ കയ്പ് ഉറവയിൽ നിന്ന്
ശുദ്ധമായ മധുരമുള്ള ജലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ കയ്പുള്ളൊരു വൃക്ഷത്തിൽ നിന്ന് മധുരമുള്ള ഒരു ഫലവും കൊണ്ടുവരിക സാധ്യമല്ല. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രായം വന്ന ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. അദ്ദേഹം കുടിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ കാണുന്നത് വലിയ സന്തോഷമാണ്. വേറെ ഒന്നും കൊണ്ടുമല്ല, കുടിച്ച് അദ്ദേഹം ആശ്രമത്തിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വളരെ ആഘോഷമായി മരിച്ചവരുടെ പാട്ട് കുർബാനയും ഒപ്പീസും പാടും. അപ്പോൾ പള്ളിയിൽ അച്ഛന്മാർ പാടുന്നതിനേക്കാൾ മനോഹരമായ ട്യൂണിൽ ഏറ്റവും മാധുര്യമാകുന്ന വിധത്തിൽ ഈ കുടിയനായി മനുഷ്യൻ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? അദ്ദേഹം കുടിച്ചതുകൊണ്ട് ചീത്ത പറയാത്തത്. അത് നിരന്തരം ദേവാലയത്തിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് വൈകുന്നേരം വീക്കെൻഡിൽ പോയി കുടിക്കുന്ന നേരത്ത് ഉള്ളിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് തെറി പറയാനായിട്ട് പറ്റില്ല, ചീത്ത പറയാനായിട്ട് പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ദേഷ്യം വരുന്ന വ്യക്തി മോശപ്പെട്ടത് പറയുന്നു എന്ന് പറയുമ്പോഴും ഉള്ളിലെന്താണ്, വൃക്ഷം എന്താണ്, അതനുസരിച്ച് ഫലവും വരികയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കും. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് സത്യത്തിൽ നമ്മുടെ നാവ് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യുവർ വേർഡ് ഈസ് യുവർ ഓൺ എക്സ്റ്റൻഷൻ. നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകും. സഹോദരങ്ങളെ, നാവ് നമ്മളെ കൈവിട്ട് പോകുമ്പോൾ, നാവിൽ നിന്ന് ഉതിർക്കുന്ന വാക്കുകൾ നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം ശിഷ്യഗണത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് തീനാവുകളുടെ രൂപത്തിലാണ്. ടങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നത്? നാവിൻ്റെ രൂപത്തിൽ എന്തുകൊണ്ടായിരിക്കും പ്രത്യക്ഷപ്പെട്ടത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സന്ദർശിക്കുന്ന സമയത്ത് ആദ്യം ഒരാളിലുണ്ടാകുന്ന വ്യത്യാസം അവരുടെ സംസാര രീതി മാറും. ഭാഷാപരം നമ്മൾ റിന്യൂവൽ മൂവ്മെൻറ്റുകളിൽ ദൈവത്തെ സ്തുതിക്കുന്ന നേരത്തുണ്ടാകുന്ന ഭാഷാപരം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ സംസാര രീതി മാറും. ഇന്നലെ വരെ നിങ്ങൾ സംസാരിച്ചത് പോലെയാകില്ല ആത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി സംസാരിക്കുന്നത്. വില കെട്ട വാക്കുകളാണ് ഇന്നലെ വരെ നിങ്ങൾ സംസാരിച്ചതെങ്കിൽ വിലയുള്ള സദ്വചനങ്ങൾ സംസാരിച്ച് ദൈവത്തിൻ്റെ നാവാക്കി നിങ്ങളുടെ നാവിനെ നിങ്ങൾ രൂപപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ വാക്കുകളെ കണ്ടുകൊണ്ടാണ്. പലപ്പോഴും ഒട്ടേറെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിലച്ചു പോകാനുള്ള കാരണം, ആത്മീയ മുന്നേറ്റങ്ങൾ തകർന്നു പോകാനുള്ള കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, പിശാച് വന്ന് ഉപദ്രവിച്ച് അതിന് തിരിച്ചടികൾ ഉണ്ടായതുകൊണ്ടോ നാശകരമാകുന്ന വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതുകൊണ്ടോ ഒന്നുമല്ല. ആ കൂട്ടത്തിൽ ഏതാനും പേർ അവരുടെ നാവിനെ വളരെ കാര്യമാകുന്ന വിധത്തിൽ ദുരുപയോഗിച്ചതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർക്കെതിരെ ദൂഷണം പറഞ്ഞ് പച്ചയായ ജീവിതങ്ങളെ ഉണക്കയാക്കി കത്തിച്ച് ചാമ്പലാക്കിയത് കൊണ്ടാണ്. സഹോദരങ്ങളെ, നാവിനെ വിശുദ്ധമാക്കി സൂക്ഷിച്ച് ദൈവത്തിൻ്റെ നാവാക്കി മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന യേശുവേക രാജാവിനെ ആരാധിച്ചിടാം, യേശുവേക രക്ഷകനെ ആരാധിച്ചിടാം, യേശുവേക രാജാവിനെ ആരാധിച്ചിടാം, യേശുവേക രക്ഷകനെ ആരാധിച്ചിടാം, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം, ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, യേശുവേക രാജാവിനെ ആരാധിച്ചിടാം, ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, ഓസ്തിരൂപനേശു
യേശുവിനെ ആരാധിച്ചിടാം, ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. യേശുവേക രാജാവിനെ ആരാധിച്ചിടാം, ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം. എല്ലാ ആരാധനകൾക്കും കാരണമായിരിക്കുന്ന ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി അടിയറ വയ്ക്കാം. അതേ, ആരാധ്യനായ ദൈവം കർത്താവായ യേശു മാത്രമാണ്. ഹൃദയങ്ങളുടെ ദൈവം, രാജാതിരാജനായ ദൈവം, മനുഷ്യ സമൂഹത്തെ മുഴുവൻ നിരന്തരം വഴി നടത്തുന്ന കർത്താവ്, നമുക്ക് ജീവൻ തന്നത്, നമ്മളെ വളർത്തി വലുതാക്കുന്നത്, നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്, നിരന്തരം അവനോടൊപ്പം വസിക്കുവാൻ നമ്മെ അനുവദിക്കുന്ന ദിവ്യ കാരുണ്യ കർത്താവിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. യേശുവിൻ്റെ കൈകളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി കൊടുക്കാം. അതെ, അവനിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, അവനിൽ നമുക്ക് ജീവനുണ്ട്, അവനിൽ നമുക്ക് കരുത്തുണ്ട്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ അധരങ്ങളെ സമ്പൂർണമായി അങ്ങയുടെ മുമ്പിലേക്ക് ഈ സമയം അർപ്പിക്കുന്നു. നിരന്തരം അങ്ങേക്ക് ആരാധനകൾ അർപ്പിക്കുന്ന അധരങ്ങൾ ഒരുപാട് പേരുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ കൊന്നു കളഞ്ഞവരെ അവർക്കിനി ആര് ജീവൻ കൊടുക്കും? കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. സ്വർഗത്തിലെ തീക്കട്ടയായി ഒരിക്കൽ കൂടി നീ ഞങ്ങളുടെ അധരങ്ങളിൽ വന്ന് പതിയണമേ. ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. അതെ, ജീവൻ തന്നത് കർത്താവിൻ്റെ വചനം ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടുന്ന് നമ്മെ വിധിക്കുന്നതും അവിടുത്തെ അധരം ഉപയോഗിച്ചുകൊണ്ടാണ്. നാം ഓരോരുത്തരും നമ്മുടെ അധരങ്ങൾ വഴിയാണ് മനുഷ്യർക്ക് ജീവൻ കൊടുക്കുന്നത്, മനുഷ്യരെ നശിപ്പിക്കുന്നതും അതേ അധരം ഉപയോഗിച്ചുകൊണ്ടാണ്. കർത്താവെ, മറ്റുള്ളവരുടെ സൽപ്പേര് ഞങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ വിശുദ്ധമായ ജീവിതത്തെ ഞങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ സ്വകാര്യമായ സ്വപ്നങ്ങളെ ഞങ്ങളുടെ പരദൂഷണം വഴി ഞങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുറ്റാരോപണം വഴിയായി ആരെങ്കിലും തകർന്നു പോകുവാനിട വന്നിട്ടുണ്ടെങ്കിൽ, അവരെ എല്ലാം ഈ സമയം അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും അധരങ്ങൾ അനുഗ്രഹീതമാകട്ടെ. അപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹീതമാകും, അപ്പോൾ ഞങ്ങളുടെ സമൂഹങ്ങളും അനുഗ്രഹീതമാകും, ഞങ്ങളുടെ കൂട്ടായ്മകൾ മുഴുവൻ അനുഗ്രഹീതമാകും. നമ്മുടെ അധരങ്ങളെ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, സ്വർഗത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ ഒരിക്കൽ കൂടി സന്ദർശിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ, നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാൻ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാൻ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമ്മുടെ ഇരു കരങ്ങളും ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പേ നീട്ടിപ്പിടിച്ചുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ച നമ്മുടെ അധരങ്ങൾ കർത്താവിന് നമുക്ക് മഹത്വം പാടുവാൻ ഉപയോഗിക്കാം. മറ്റുള്ളവരെ കുറിച്ച് അശുദ്ധമായത് സംസാരിച്ച നമ്മുടെ അധരങ്ങൾ ദൈവത്തിന് മഹത്വം പാടിക്കൊണ്ട് വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന. കർത്താവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ സംഭാഷണങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്വർഗത്തിന്റെ നാവ് നീ ഞങ്ങൾക്ക് തരണമേ, ദൈവത്തിന്റെ അധരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമേ. നീ സമാധാനത്തിന്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ ആരാധന, കർത്താവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന.